ദീപക് സേസാണ് പ്യോർലി ഒരു മ്യൂസിക് ഡയറക്ടറാണ്. നമുക്ക് ഡയറക്ഷൻസ് കിട്ടുന്നത് ഡയറക്ടറിന്റെ അടുത്ത് ഹൂഎവർ ദീപക് ദേവ് സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ഫിലിമിന്റെ ഡയറക്ടർ ആയിരിക്കും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. സാർ പ്യോർലി വേറെ ഒന്നുമില്ല, സൗണ്ടിങ് ഇത് നമുക്കിത് പിടിക്കാം, ചിലത് കേൾക്കുമ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ ഇതല്ലാതെ ഒരു രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് അധികം സാറിൻ്റെ അടുത്തുണ്ട്. ഭയങ്കര ഈസി അതുകൊണ്ട് വർക്ക് ചെയ്യാൻ. അപ്പം നമുക്കൊരു ഡ്രീം ഒരു പ്രശ്നമില്ല, എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ടിങ് കറക്റ്റ് ആണെങ്കിൽ സാർ അപ്രൂവ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. ഗോപിച്ചേട്ടൻ്റെ കൂടെ ആണെങ്കിൽ എഗെയിൻ ഭയങ്കര ഫൺ ടു വർക്ക് വിത്ത്. ഗോപിച്ചേട്ടൻ ഇങ്ങനെ എനിക്കിങ്ങനെ തോന്നിയിരുന്ന ലിറ്ററലി എനിക്ക് പാട്ട് വരുന്നതല്ലേ ഗോപിച്ചേട്ടൻ എവിടുന്നെങ്കിലും ഒക്കെ പെട്ടെന്ന് ട്യൂണൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ആകാശത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്നതല്ലേ ഗോപിച്ചേട്ടൻ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യും. എടാ ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. അത് ഒരു ലിസണർ, മ്യൂസിക് ഡയറക്ടർ എന്നുള്ള റോള് കുറച്ച് മാറ്റി വെക്കും. അത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ എടുക്കുള്ളൂ, അല്ലാണ്ട് ഒരു പ്യുവർ ലിസണറാണ്. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്നതാണേലും അത് ഒരു ലിസണറിന്റെ പെർസ്പെക്റ്റീവ്, ഇത് കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്, ഇത് അങ്ങനെ നമുക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന ഒരാളാണ് ഗോപിച്ചേട്ടൻ. ഗോപിച്ചേട്ടനോട് കുറേ പാട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബ്രേക്ക് പോലത്തെ പരിപാടിയൊക്കെ വന്നിട്ട് എനിക്ക് അധികം ചെയ്യാൻ പറ്റും. പക്ഷേ ഗോപിച്ചേട്ടനോട് വർക്ക് ചെയ്യുന്നത് നല്ല നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഗോപിച്ചേട്ടൻ്റെ.